പിള്ളേർക്കൊന്നും വേണ്ടല്ലോ, മക്കളൊന്നും ഇല്ലല്ലോ, പിള്ളേരൊന്നും ഇല്ലല്ലോ. പിന്നെ കർണാടക ഗാർഡൻ, ഇതൊക്കെ ബെറ്റർ ആയിട്ടുള്ള കർണാടക ഗാർഡനാണ്. ഫോട്ടോ എടുക്കാനും ഇങ്ങനത്തെ ഒരു ഓർമ്മയൊക്കെ വെക്കാനുള്ളത് കർണാടക ഗാർഡൻ. ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസിന് എനിക്ക് തോന്നുന്നു 3 പേർക്ക് 750 രൂപയാണ് ഫോട്ടോ. റേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു വെച്ചാൽ നിങ്ങൾ പിന്നെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയും. 750 രൂപ 3 പേർക്കാണ്, 3 പേർക്ക് 750 രൂപ, ഭയങ്കര റേറ്റാണ്. പിന്നെ ഊട്ടിയിൽ നേരെ എന്ന് പറഞ്ഞാൽ ഒരു സൂചന പോയിട്ടുണ്ട്, ഡോണാപേട്ട താല്പര്യമുള്ളവർക്ക് എടുത്താൽ മതി. 5-6 കിലോമീറ്റർ ദൂരം കയറി പോകണം. ഇതിലേക്ക് പോകാനുള്ള ഏരിയ. ഓക്കെ, ഡ്രൈവർ സാർ ഇർഷാദാണ് നമുക്ക് വേണ്ടി സംസാരിച്ചത്. ട്രെയിന് അത് നേരത്തെ ചേച്ചിമാരെ എന്താ വൈബല്ലേ? സപ്പോർട്ടിലെനിക്ക് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ചെയ്യൂലേ? എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഒരു ഹായ് പറയണേ. ഈ യാത്രയിൽ ഒരു എയർ ഹോസ്റ്റസ് കയറിയിട്ടുണ്ട്, അറിയാതെ കയറി പോയതാ. അതിന് ഞങ്ങൾ വഴിക്ക് ഇറക്കി വിടും കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ട് തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സമയം നോക്കി അപ്പൊ പിന്നെ കുറച്ച് നേരം കൂടെ ഇങ്ങനെ കണ്ണടിച്ച് കണ്ടു. എവിടെ ഉറങ്ങാൻ 3:15 എണീറ്റു. 2 മണിയാണല്ലോ പറഞ്ഞേ. അലാവും ഞാൻ എനിക്ക് അറിയിച്ചില്ല. മാന്യമായിട്ട് ചേച്ചി ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു ചേച്ചി ഉറക്കത്തിലാണേ. ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളില്. സുഹൃത്തുക്കളെ, ഒന്ന് ഉറങ്ങിക്കോട്ടെ, അവർ ഉറങ്ങി ആശ്വസിച്ചു കൊള്ളട്ടെ. ചേച്ചിയുടെ കുറവുണ്ട്. അയ്യോ മാമ കിടന്നു ആട്ട ചാടുന്നു. എന്നെ പറ്റി ചേച്ചി എന്താ നഷ്ടപ്പെട്ടല്ലോ? ഓക്കെ ഓക്കെ, വൈബ. എല്ലാം നമ്മുടെ സ്നേഹിതരായ ചേച്ചിമാര്, നല്ല അയൽവാസികളായ ചേച്ചിമാര്. ദേ പ്രേമൻ ചേച്ചി എന്തൊരു ചിരിയോ നോക്കി ഉറങ്ങിക്കൊണ്ടുള്ള ചേച്ചി. മോളി ആന്റി ഉണ്ട്, മേരിക്കുട്ടി ചേച്ചിയുണ്ട്. അങ്ങനെ ചേച്ചി സുഖം നിദ്രയില്ല. ഇത് സൂയിസൈഡ് പോയിന്റ് ഒരു ഭാഗമാണ്. ഇനി ഇവിടെ തൊടണ്ടല്ലോ. ആഹാ, ഒട്ടും വെയിലില്ല. അങ്ങനെ ഷൂട്ടിംഗ് സ്പോട്ട് അതും കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങും ഞങ്ങൾ.
ഓക്കെ. റോസ് ഗാർഡനിൽ വ്യത്യസ്ത കളർ റോസുകളുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാല് ഓ ബോട്ടിൽ കയറാതെ ബോട്ട് കേട്ട ഒരു കാര്യമൊന്നുമില്ല. ചുമ്മാ ഈ പാർക്കിംഗ് ഫീ 150 രൂപ പാർക്കിംഗ് ഫീ കൊടുക്കാം ട്രാവലറിന്. കർണാടക ഗാർഡന്റെ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങാതിരിക്കുന്നതിനുള്ള പ്രതിഷേധമാണ് ഈ ഡ്രൈവർ സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ മഹാരാജാസിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. കഴിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാം. കൊള്ളാം കേട്ടോ. മഹാരാജാസിലെ ചിക്കൻ ബിരിയാണി സൂപ്പറാണ്. ഊട്ടിയിൽ വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കണം. അടിപൊളിയല്ലേ? ഈ ഫാക്ടറി കഴിഞ്ഞ് ഞങ്ങളുടെ മടക്ക യാത്രയിലാണ്. പക്ഷേ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. ഈ ബ്ലോക്ക് ആര് മാറ്റത്തരും? അതാണ് ഇന്നത്തെ ചിന്താ വിഷയം. കണ്ടില്ലേ ആൾക്കാർ ഇറങ്ങി വരുന്നത്? ഈ ഫാക്ടറി കണ്ടിറങ്ങി വരുന്നതാണ് ഇവിടേക്ക്. തിരക്ക് കൂടുകയല്ലാതെ കുറയുന്നേ ഇല്ല. തിരക്ക് കുറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം, അല്ലെ ഈ രാത്രി ഇവിടെ നമുക്ക് കഴിയാം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഊട്ടിയിലെ കാഴ്ചകൾ മതിയാക്കി ഞങ്ങളൊരു 9 മണിയായപ്പോൾ തിരിച്ചുള്ള ഞങ്ങളുടെ മടക്ക യാത്ര തുടങ്ങി. പക്ഷേ ഉണ്ടായിരുന്ന ബ്ലോക്ക് ഒത്തിരി സമയം ഇവിടെ ലേറ്റായി. അങ്ങനെ ഒരു 9:20 അവിടെ നിന്നും റിലീസായില്ല. അങ്ങനെ 9:20 ശരിക്കും യാത്ര തുടങ്ങി.
എൻ്റെ പുതിയ പുതിയ യാത്രകളും വിശേഷങ്ങളും നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഫോളോ ചെയ്യണേ. ഓക്കെ.